ഞാൻ സംഘിയല്ല, ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ്. സംഘപരിവാറും ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല. എന്താണ് പട്ടികജാതിയും റാപ്പ് മ്യൂസിക്കുമായി ബന്ധമില്ല എന്ന് കെ പി ശശികല പറയുമ്പോൾ വേടൻ കൊടുത്ത മറുപടിയാണ് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വേടൻ വളരെ മനോഹരമായി സരസമായി ഉത്തരം പറയുകയാണ്. ക്ലാസിക്കൊക്കെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ തൊണ്ട അതിന് വഴങ്ങുന്നില്ല. എനിക്ക് ഗസൽ പാടണമെന്നുണ്ട്, പാടാൻ പക്ഷേ തൊണ്ട വഴങ്ങുന്നില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കുക. ഞാൻ ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനാധിപത്യ വിശ്വാസിയായിരുന്നു കൊണ്ടാണ് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നത്, അല്ലാതെ ജനാധിപത്യ വിരുദ്ധനായി നിന്നുകൊണ്ടല്ല. ഈ ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഘപരിവാർ സംഘടന, തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതാവാണ് എനിക്കെതിരെ ചെളിവാരി എറിയുന്നത്. അവരവിടെ ഒരു സൈഡിലിരുന്ന് ചെളിവാരി എറിയട്ടെ, അതൊന്നും എൻ്റെ ബാധ്യതയല്ല അവർക്ക് മറുപടി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, എൻ്റെ വർക്ക് ഏറ്റു. കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി തുടങ്ങി. കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കല്ലേറുകളും ഇങ്ങനെയുള്ള ആക്രമണങ്ങളും ഒക്കെ എനിക്ക് നേരെ വരുന്നത് എന്നാണ് വേടൻ പറയുന്നത്. ആ 30 വയസ്സുകാരൻ്റെ വാക്കുകൾ ശരിക്ക് കെ പി ശശികല കേട്ടിട്ടുണ്ടോ ആവോ? കെ പി ശശികല മാത്രമല്ല, ഒരു അനിൽ നമ്പ്യാർ എന്നൊരു വ്യക്തിയുണ്ട്. അനിൽ നമ്പ്യാർ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ MCJ ഒക്കെ കഴിഞ്ഞ ജേർണലിസ്റ്റാണ്. ഇപ്പം ജനം TV-യുടെ തലപ്പത്തിരിക്കുന്ന ജേർണലിസ്റ്റാണ്. എനിക്ക് അടുത്തറിയാവുന്ന സ്നേഹിതനാണ്, നല്ല ചങ്ങാതിയാണ്. പക്ഷേ അനിൽ നമ്പ്യാർ ചില സമയങ്ങളിലൊക്കെ മണ്ടത്തരമൊക്കെ എഴുന്നള്ളിക്കും. അനിൽ നമ്പ്യാർ പഴയ SFI-കാരൻ കൂടിയാണ്, SFI-യുടെ യൂണിയൻ മെമ്പറൊക്കെ ആയിരുന്ന വ്യക്തി കൂടിയാണ്. അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം എഴുതി കണ്ടു, എന്താണ് വേടനെ പ്രൊമോട്ട് ചെയ്യുന്ന, വേടനെ പിന്താങ്ങുന്ന സുഡാപ്പികൾ എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സംഘടനകളാണോ അതോ കമ്മ്യൂണിസ്റ്റ് സംഘടനകളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്തരം വിളി വിശേഷങ്ങളൊന്നും എനിക്ക് തീരെ പരിചിതവുമല്ല. ഏതായാലും സുഡാപ്പികൾ വേടനെ പിന്താങ്ങുന്നു, അവർ ചുണയുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ വിളിച്ച് പാടിക്കട്ടെ എന്നൊക്കെയാണ് വെല്ലുവിളി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 4 അണയ്ക്ക് വിലയില്ലാത്ത പോസ്റ്റുകളൊക്കെ ഇദ്ദേഹമൊക്കെ എഴുതുന്നതെന്നാണ്. ഇത്രയും മഹത്തായ പാരമ്പര്യവും അല്ലെങ്കിൽ അത്രയും വിലയുള്ള സ്ഥാനമാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നിലവാരമില്ലാത്ത വാക്കുകളൊക്കെ ഈ അനിൽ നമ്പ്യാരൊക്കെ എഴുതുന്നത് എന്തിനാണെന്ന് എന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും നിലവാരം കെട്ടുപോയത് എന്തിനാണ്? ഇതെങ്കിലും ഇനിയിപ്പോൾ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള സീറ്റോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ നിലവാരമില്ലാത്ത എഴുത്തൊക്കെ ഇവരൊക്കെ എഴുതി കാണുന്നത്. ഏതായാലും അതൊക്കെ ഭയങ്കര ചീഞ്ഞളിഞ്ഞ വാക്കുകളാണെന്ന് അനിൽ നമ്പ്യാരൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കെ പി ശശികലയുടെ നിലവാരത്തിലേക്കൊന്നും അനിൽ നമ്പ്യാരൊക്കെ താണു കാണുമ്പോൾ അതൊക്കെ നമുക്കറിയാവുന്നുള്ളൊരു സ്നേഹിതനൊക്കെ ഇങ്ങനെ താണു പോകുന്നല്ലോ എന്ന് ലജ്ജ തോന്നുന്നു. തീർച്ചയായിട്ടും അനിൽ നമ്പ്യാരൊക്കെ അതൊക്കെ തിരുത്താൻ തയ്യാറാകണം. അങ്ങനെയല്ല, നിങ്ങളുടെ അനുജൻ്റെ പ്രായമല്ലേ ഉള്ളൂ. നിങ്ങൾ എത്രയോ ആളുകളെ ബാലഭാസ്കറിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. എന്നെപ്പോലും നിങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത വ്യക്തിയാണ്, എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ നല്ല മനസ്സൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ഈ മനുഷ്യനെ ഹിരൺ ദാസ് മുരളിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിലുണ്ടാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ നല്ല മനസ്സ് അറിയാവുന്നത് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ആ പയ്യനെ എങ്ങനെ കടന്നാക്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇനി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടാണോ ഈ കെ പി ശശികലയുടെ ലെവലിലോട്ടൊക്കെ താണു പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ആ ഹിരൺദാസ് മുരളി എന്ന 30-കാരൻ, അദ്ദേഹം ഒരു 5 വർഷം കൊണ്ടാണ് ഇത് വളർന്നു വരുന്നത്. 5 വർഷത്തിൻ്റെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷമകരമായ ഘട്ടങ്ങളിലൂടെ വേടൻ എന്ന കളിയാക്കൽ, വേടൻ എന്ന വട്ടപ്പേരാണ് എടുത്ത് അത് ആഢ്യത്വത്തിൻ്റെ പേരായി സ്ഥാനപ്പേരാക്കി മാറ്റി അദ്ദേഹം മുന്നോട്ട് വരുന്നത്. എത്ര ആളുകളാണ് ഓറ എന്നൊക്കെ പറയുന്നത് പോലെ എത്ര സമുദ്രം പോലെ ആളുകൾ ഒഴുകിയെത്തുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആരാധന കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും തീക്കല്ലുകളാണ്, ചാട്ടുളി പോലുള്ള വാക്കുകൾ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ര തീവ്രമായി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ആരാധന അല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു മഹത്വം അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കും അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിക്കുമുണ്ട് എന്ന് വ്യക്തമാണ്. മുമ്പ് കടമ്മനിട്ടയും ഇപ്പോൾ പരിണാമം കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള എഴുത്തുകളും ഇതുപോലുള്ള കവിതകളുമൊക്കെ മലയാളത്തിൽ സ്വാഭാവികമായും സംഭവിച്ചിട്ടുള്ളതാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവതരണം കൂടി വരുമ്പോൾ അതിന് കിട്ടുന്ന ശക്തി, മലയാളത്തിൻ്റെ ശക്തി, മലയാളം ലോകത്തിൻ്റെ നെറുകയിലേക്ക്, വിപ്ലവ ഭൂമികയുടെ നെറുകയിലേക്ക്
വരുന്നതിൻ്റെ സൂചന, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെ ഒരു ഒരു കവിയും കവിതാ ആലാപനവും സംഗീതാലാപനവും ഒക്കെ വരുമ്പോൾ അതിന് അഭിമാനം കൊള്ളുകയാണ് ശരിക്കും മലയാളികൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഭൂരിഭാഗം മലയാളികളും ചെയ്യുന്നത്. അതിനിടയിൽ സംഘപരിവാറുകാർക്കും BJP-ക്കാർക്കും എന്തിനാണ് ഇദ്ദേഹത്തോടൊരു കലാപം അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതവിടെ നിൽക്കട്ടെ. അത് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അനിൽ നമ്പ്യാരുടെ ഈ വിഷയവും അവിടെ നിൽക്കുന്നു. ഈ വേടൻ്റെ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേടൻ ചോദിക്കുന്നത് വളരെ രസകരമായാണ്. വേടൻ്റെ മറുപടി പത്രക്കാർ ചോദിച്ചു, KP ശശികല നിങ്ങളെ കഞ്ചാവോളി എന്ന് വിളിക്കുന്നു. ചില ആളുകൾ ചോദിക്കുന്നത് കഞ്ചാവ് വലിക്കുന്നവനെ പിന്നെ കഞ്ചാവോളി എന്നല്ലാതെ എന്ത് വിളിക്കാനെന്നാണ് ചില ആളുകൾ. ഞാൻ ഇന്നലെ വാർത്ത ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ ഇട്ട കമൻ്റാണ്, അയാൾ ഒരു തവണ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്യാത്തവരാരുമില്ലല്ലോ, പാപം ഇല്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തുദേവൻ മഗ്ദലന മറിയത്തെ കല്ലെറിയാൻ വന്ന ആളുകളോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ. ഇപ്പോൾ കഞ്ചാവ് കേസിന് ഇപ്പോൾ ഡി ഹണ്ടിനകത്ത് ഒരു ദിവസം എത്ര പേരെയാണ് പിടിക്കുന്നത്? ഒരു ദിവസം എറണാകുളത്ത് 3000-ഓളം ആളുകളാണ് അറസ്റ്റ് ചെയ്തത്. ഓരോ ദിവസവും അറസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം 200-300 ആളുകളാണ് ഓരോ ജില്ലയിൽ അറസ്റ്റിലാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഹിരൺദാസ് മുരളിയെ അറസ്റ്റ് ചെയ്തു. അത് വെറും 9 ഗ്രാം കഞ്ചാവ്. അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിന് കൊടുത്ത് വിട്ടു. അത് 9 പേരാണ്. 9 ഗ്രാം കഞ്ചാവും 9 പേരും. എന്നിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ്? വനം വകുപ്പാണ് പുലിപ്പല്ല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അതും പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നതേ ഉള്ളൂ. അതിനും നിയമവശങ്ങൾ കൃത്യമായി അറിവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മൊഴി നൽകി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അറിവുണ്ടായിരുന്നില്ല, എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനി എന്നെ ആരും അനുകരിക്കരുത് എന്ന് പറഞ്ഞ് വേദിയിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ് അദ്ദേഹം. അപ്പോൾ ആ നന്മ നമ്മൾ കാണണ്ടേ? ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന്, ഒരിക്കലൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ കാലവും അയാളെ ആ തെറ്റിൻ്റെ പേരിൽ, അയാളുടെ ഭൂതകാലത്തിൻ്റെ പേരിൽ കടന്നാക്രമിക്കുക, അതാണോ സംഘപരിവാർ ചെയ്യേണ്ടത്? അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനാധിപത്യപരമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ആ കടമയാണ് ഞാൻ നിർവഹിച്ചത്. സർക്കാരിനൊപ്പം നിൽക്കുക എൻ്റെ കടമയാണ്. എന്നെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽ കെട്ടിയിടാൻ ശ്രമിക്കരുത്. ഞാൻ സ്വതന്ത്രനായി നിൽക്കുന്ന ആളാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനായി മാറിയാൽ, എന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമാകും, എൻ്റെ കലയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ പ്രതിബന്ധങ്ങളില്ല, എനിക്ക് സ്വാതന്ത്ര്യമാണ് ആവശ്യം. അത് പറയുമ്പോഴാണ് കലാകാരൻ്റെ ആർജവം വ്യക്തമാകുന്നത്. അവിടെയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്ന കലാകാരനാകുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ല, എൻ്റെ രാഷ്ട്രീയം എൻ്റെ കലയാണ്. ആ കലയിലുണ്ട് രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് എൻ്റെ കല. അത് പറയുമ്പോൾ എന്തിനാണ് സംഘപരിവാറുകാർക്ക് വിഷമമുണ്ടാകുന്നത്? അനിൽ നമ്പ്യാർക്ക് വിഷമമുണ്ടാകുന്നത്? സുഡാപ്പികൾ വിളിച്ച് പാടിക്കട്ടെ എന്നൊക്കെ വിളിച്ച് പറയുന്നത്, അതൊക്കെ നിലവാരം കെട്ട കമൻറ്റുകളാണ്. അതൊന്നും പാടില്ല. KP ശശികല മാപ്പ് പറയണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും മാപ്പ് പറയില്ല. കാരണം അവരുടെ തലയിലൊന്നും മൂളയില്ല. കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ലല്ലോ, കുടത്തിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടും കാര്യമില്ല. ഏതായാലും വേടന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം വളരെ പ്ലസൻ്റായിട്ട് സത്യസന്ധമായി കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയ്ക്ക് വിസ്മയ ന്യൂസിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും.